ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ഞാൻ ലൈവ് കഴിഞ്ഞ സീറ്റ് എഴുന്നേറ്റിട്ടില്ല, നേരെ റെക്കോർഡിങ്ങിലേക്ക് കടന്നാണ്. സമയം രാത്രി 12:54. നിങ്ങളുടെ എക്സാമിലേക്കുള്ള ഒരു പക്ഷേ ലാസ്റ്റത്തെ ഒരു റെക്കോർഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഈ വീഡിയോ മുഴുവനും കാണുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു എന്ന് ഏകദേശം ഉറപ്പുവരുത്തി. ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ കവർ ചെയ്തെന്ന് ആലോചിച്ചാൽ മതി. ഈ ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഏറ്റവും ഓരോ ചാപ്റ്റർ മോഡൽ പറയാൻ പോവുകയാണ്. ചോദ്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്, ടോപ്പിക്കുകളാണ് പറയുന്നത്. ആ ടോപ്പിക്കുകൾ ഇമ്പോർട്ടൻ്റ് ഉള്ള എല്ലാ ടോപ്പിക്കും ഇതിൽ പറയുന്നുണ്ട്. അത് മിസ് ചെയ്യാണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ നോക്കിയാൽ മതി. ഏറ്റവും ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികളാണ്. ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കോമൺ ഡിഫറൻസ് കാണാൻ ഒരു ചോദ്യം, അതോടൊപ്പം തന്നെ രണ്ട് പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ്, അതാ 11ാം പദവും 6ാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്ര ഡി ആണ്. കൂടാതെ തന്നെ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഏതെങ്കിലും ഒരു ടേം ആവുമോ എന്ന രീതിയിലുള്ള ഒരു ചോദ്യം. പിന്നെ ഈ മോഡലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ലൈവുകളിലൊക്കെ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ വരിക, എന്നാലും ഈ ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക്കുകൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അത്രയും ചോദ്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറയുന്ന ആ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് വരുന്ന മിനിമം നിങ്ങൾക്ക് ഒരു 60+ മാർക്ക് മിനിമം കിട്ടും. അതിനേക്കാൾ കൂടുതൽ മാർക്ക് നിങ്ങൾ എടുത്ത എഫേർട്ടിനനുസരിച്ചാണ് മക്കൾ ശ്രദ്ധിച്ചോളൂ. അടുത്തൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക, രണ്ട് പദങ്ങൾ തമ്മിൽ തന്നുകൊണ്ട് നിങ്ങളോട് ഡി കാണാൻ ചോദിക്കും. 4th ടേമും അതേപോലെ 9th ടേമും. രണ്ട് പദങ്ങൾ തന്നിട്ട് കാണാൻ ചോദിച്ചാൽ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അഥവാ പദ വ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കോമൺ ഡിഫറൻസ് കാണിക്കാൻ ഒരു ചോദ്യം വരും. പിന്നെ അതിൽ നിന്ന് 1ാമത്തെ പദം കാണുക, പിന്നെ അതിൽ നിന്നും 15 പദങ്ങളുടെ തുക കാണുക. അത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഓഡ് നമ്പർ ആണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 15 = n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഈ ഒരു ഐഡിയ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 15 പദങ്ങളാണെങ്കിൽ അവിടെ ഉറപ്പായിട്ട് ഒരു മിഡിൽ ടേം ഉണ്ടാവും. ഇതിന്റെ 16ാം പദം കണ്ടുപിടിച്ചിട്ട് 8ാമത്തെ പദം കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 15 ചെയ്താലും മതി. അത് രണ്ടും പോസിബിൾ ആണ്. നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. മൂന്നാമതായിട്ട് ഞാൻ ഇവിടെ കൊടുത്ത ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് പറഞ്ഞൊക്കെ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത കുട്ടികളായിരിക്കണം. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് പദങ്ങൾ തമ്മിലുള്ള സ്ഥാനങ്ങൾ തന്നുകൊണ്ട് സം ഓഫ് 7th and 20, അതായത് 20 കൂട്ടിയാൽ കിട്ടുന്നത്. അങ്ങനെ കൂട്ടിയാൽ 20 കിട്ടുന്നതുമായിട്ട് കണക്ട് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രതീക്ഷിക്കാം. അഥവാ പദബന്ധങ്ങളാണ്, പദങ്ങൾ തമ്മിലുള്ള പൊസിഷനിൽ തമ്മിലുള്ള ബന്ധങ്ങൾ. ആ സെയിം രീതിയിലൊരു ഏകദേശം ഒരു മോഡലാണ് ഇത് ക്വസ്റ്റ്യൻ. സം ഓഫ് 4th and 6th, അതായത് 4ഉം 6ഉം അതിന്റെ കറക്റ്റ് നടുവിലാണ് 5 വരുന്നത്. ആ രീതിയിൽ ജോഡികളുടെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, പക്ഷെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആ രീതിയിലൊരു ചോദ്യം. അപ്പൊ ഞാൻ ഇമ്പോർട്ടൻ്റ്, വെരി ഇമ്പോർട്ടൻ്റ് എഴുതിയൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. സോ ഇത്രയും ചോദ്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ടോപ്പിക് നിങ്ങൾ പഠിക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് വരാം, ഈ കാണുന്ന രീതിയിലൊരു ക്വസ്റ്റ്യൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സെക്കൻഡ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് 6 ഇതല്ല, വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ സമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഓക്കെ, അതായത് ഞാൻ വേണേൽ പറഞ്ഞുതരാം. ആദ്യത്തെ 9 പദങ്ങളുടെ തുക, ഇപ്പം 10, 10 + 5, 8 × 5 40 എന്തെങ്കിലും തന്നു വിചാരിച്ചോ. 9 + 1 10, 10 + 5 5 × 15 50 75 വിചാരിച്ചോ. ഇങ്ങനെയാണ് വിചാരിച്ചോ, ഒരു എക്സാമ്പിൾ. എന്നിട്ട് നിങ്ങളോട് പറയും ആദ്യത്തെ 16 പദങ്ങളുടെ തുകയും തരും. അതായത് ഒരു ഓഡ് നമ്പറിന്റെ സമ്മും ഒരു ഈവൻ നമ്പറിന്റെ സമ്മും. അത് വെച്ചിട്ടുള്ള ചോദ്യം നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാം. ഇതൊക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇനിയും ഡിസ്കസ് ചെയ്യും. കൂടാതെ തന്നെ റെക്കോർഡ് വീഡിയോകളിലൊക്കെ പറഞ്ഞാണ്. അപ്പോൾ ആ രീതിയിലുള്ള ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഇനി ആ സർക്കിൾസ് അഥവാ വൃത്തങ്ങളിലേക്ക് അടക്കുകയാണ്. അതിൽ നിങ്ങൾ പ്രധാനമായിട്ടും കാണേണ്ട ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഈ കാണുന്നതാണ്. ഈ കാണുന്ന രീതിയിലൊരു ചോദ്യം വന്നുകൊണ്ട് ഈ രണ്ട് ആംഗിളും നിങ്ങൾക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ചോദ്യം വരാം. ഇനി ചിലപ്പോൾ ഒരു 4 മാർക്കിന്റെ ഒക്കെ ചോദ്യം ഇതേപോലെ ആംഗിൾ കാണാൻ വരികയാണെങ്കിൽ ഈ ടോപ്പിക്കിന് ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ ടോപ്പിക്കിന് ചോദ്യം വന്നാൽ ഒന്നും നോക്കേണ്ട ആവശ്യമല്ല, ഏത് ആംഗിൾ ആണോ തന്നത് അതിന്റെ ഓപ്പോസിറ്റ് എടുക്കാം. ഇത് രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും, ഈ രണ്ട് ആംഗിളും. അതേപോലെ ഈ കാണുന്ന ആംഗിൾ 50 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും 50 ആയിരിക്കും. ഈ കാണുന്ന ആംഗിൾ 35 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും അതോടൊപ്പം ഈ ആംഗിളും എന്തായിരിക്കും, 35 ആയിരിക്കും. ആ രീതിയിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൂടാതെ തന്നെ PI ഈ കാണുന്ന ചിത്രം ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെച്ചോ. രണ്ട് വരകൾ പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കട്ടോ ഈ ചാപ്റ്ററിന്. പിന്നെ ഒരുപാട് മാർക്കിന് ഈ കാണുന്ന ചാപ്റ്ററിന് ചിലപ്പോൾ വരക്കാനുള്ള ഒരു ചോദ്യം, ഒരു ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ചോദ്യമാണ് വരക്കാനുള്ള ഒരു ചോദ്യം. സർക്കം റേഡിയസ് അഥവാ പരിവൃത്തം എന്നാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ ഡബിൾ എടുക്കണം. ഈ കാണുന്നതിന്റെ ഡബിൾ എടുത്തിട്ട് സാധാ പോലെ സർക്കിൾ നിങ്ങൾ എന്ത് ചെയ്യുക, സെൻട്രൽ ആംഗിൾ ഒക്കെ എടുത്തിട്ട് വരക്കാം. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. വരക്കാനുള്ള ഒരു ചോദ്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ചോദ്യങ്ങളാണ് ഈ കാണുന്ന ടോപ്പിക്കിന് വളരെ പ്രധാനമായിട്ട് വരുന്നതും അത്രയും ചോദ്യം നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചെന്ന് ഉറപ്പ് വരുത്തുക. അടുത്തത് അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര അഥവാ സമാന്തര ശ്രേണിയും ബീജഗണിതം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അതിൽ 3 ഡിജിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ആ ടോപ്പിക്കും അതോടൊപ്പം
യെസ്, ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. ഈ രീതിയിൽ 100% ഉറപ്പിച്ചോ. ഓൾജിബ്രായിക് ഫോം ഓഫ് ദി സം ഓഫ് ദി സീക്വൻസ്, ഈ കാണുന്ന ടോപ്പിക് ചോദിക്കും. ഒരു സമാന്തര ശ്രേണി തന്നുകൊണ്ടോ, അഥവാ സിമ്പിൾ ആയിട്ട് എന്ത് വരും, 2, 6, 10, എന്നിട്ട് ഇതിന്റെ XN എത്രയാണെന്നൊരു ചോദ്യം വരും, SN എത്രയാണെന്നൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി കുറച്ചുകൂടി ടഫായിട്ടൊക്കെ വരികയാണെങ്കിലോ, ആദ്യത്തെ 9 പദങ്ങളുടെ തുക തന്നിട്ടുണ്ട്, അതിനുശേഷമുള്ള 6 പദങ്ങളുടെ തുക, അതായത് 9 പദങ്ങളുടെ തുക അതിനുശേഷം 6, ഞാൻ പറഞ്ഞില്ലേ ഓടും ഇവനും വെച്ചിട്ടുള്ള ഒരു ചോദ്യം. ഈ രീതിയിലൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിൽ നിന്ന് പദങ്ങൾ കാണാൻ ചോദിക്കാം, അതിന്റെ സമ്മ് കാണാൻ ചോദിക്കാം, സമ്മിന്റെ ഓൾജിബ്രായിക് ഫോം. ഓക്കെ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്താക്കാം, ഓൾജിബ്രായിക് ഫോം വെച്ചിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം. മലയാളം മീഡിയക്കാർക്ക് ഇവിടെയുണ്ട്. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ മോഡൽ എക്സാമിന് അടക്കം വന്നൊരു ചോദ്യമാണ് ഈ കാണുന്ന ചോദ്യം. ഈ രീതിയിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, നമ്പറുകൾ തന്നുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒന്ന് പഠിച്ചിട്ട് പോകുന്നത് നല്ലതാണ്, മിസ് ചെയ്യേണ്ട. പിന്നെ ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ക്വസ്റ്റ്യൻ. ഇത് എൻ്റെ മനസ്സ് പറയുന്നത്, ഈ രീതിയിലൊരു ചോദ്യം നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അതായത് ഒരു ഓൾജിബ്രായിക് ഫോം തന്നുകൊണ്ട് അതിന്റെ ആദ്യ പദം എത്ര, കോമൺ ഡിഫറൻസ് എത്ര, ആദ്യത്തെ എത്ര പദങ്ങൾ കൂട്ടിയാലാണ് ഒരു നിശ്ചിത സംഖ്യ കിട്ടുക. ഈ ചോദ്യം തന്നെ അങ്ങനെ തന്നെ നമ്പർ മാറിയിട്ടൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മിസ് ചെയ്യേണ്ട. അടുത്തൊരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പ്രതീക്ഷിക്കേണ്ടത് ഒന്ന് സിമ്പിൾ ആയിട്ട് ഈ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ, അതായത് നോർമൽ മെത്തേഡ്, ഒരു പാത്രത്തിൽ നിന്ന് ഒരു പന്ത് എടുക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യം. ഒന്നെങ്കിൽ ഈ ചോദ്യം, ഈ കാണുന്ന ചാപ്റ്ററിൽ ഒരു 6 മാർക്കിനോളം ഉണ്ടായതുകൊണ്ട് ഒന്നെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രതീക്ഷിക്കാം. ഏറ്റവും കൂടുതൽ ചാൻസ് ഏത് എന്ന് ചോദിച്ചാൽ, ഈ രീതിയിൽ 2 പാത്രത്തിൽ നിന്നും ഒരാളെ വീതം എടുക്കുക, 2 ക്ലാസ് റൂമിൽ നിന്നും ഓരോ കുട്ടിയെ വീതം എടുക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടോപ്പിക്കിന് എന്തായാലും നിങ്ങൾക്ക് ചോദ്യം പ്രതീക്ഷിക്കാം, വെരി ഇമ്പോർട്ടൻറ്റ്, മിസ് ചെയ്യേണ്ട. പിന്നെ നിങ്ങൾക്ക് സാധ്യത എന്ന് പറയുന്നത് ഒരു ചിത്രം തന്നുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. അതിനൊരു ചാൻസ് ഉണ്ട്, അതായത് ചെറിയൊരു ചിത്രം തന്നുകൊണ്ട് ഒരേ ഷേപ്പ് ആക്കുകയോ ഇനി അല്ലെങ്കിൽ ഏരിയ ബൈ ഏരിയ, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും സാധ്യതയുണ്ട്. അത് എന്ത് ചെയ്യേണ്ട, മിസ് ചെയ്യേണ്ട. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ 2 ഡിജിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതൊരു സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 2 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. പിന്നെ ചിലപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും പറയാണ്, 2 പകിടകൾ ഒന്നിച്ചുരുട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ, 1 മുതൽ 6 വരെയുള്ള നമ്പർ, 1 വരെയുള്ള 6 മുതലുള്ള നമ്പർ, അതൊന്ന് നോക്കി പോകുന്നത് നല്ലതാണ്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നില്ല, എന്നാലും കുറച്ചൊരു സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മൾ അടുത്തൊരു ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ മെയിൻ ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഈ രീതിയിൽ ഒന്നെങ്കിൽ ഒരു റെക്റ്റാങ്കിളിന്റെ നീളവും വീതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, അതിന്റെ ഏരിയയും തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് സ്ക്വയർ കംപ്ലീഷൻ വെച്ചുകൊണ്ട് എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാം, ഇനി അല്ലെങ്കിൽ അടുത്തടുത്ത 2 6ന്റെ മൾട്ടിപ്പിളോ 8ന്റെ മൾട്ടിപ്പിളോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. അതായത് സോൾവ് ചെയ്യുന്ന രീതി എന്തായിരിക്കും, സ്ക്വയർ കംപ്ലീഷൻ അഥവാ വർഗ്ഗത്തികമായിരിക്കും. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ 100% നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഇനി അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ സമാന്തര ശ്രേണിയിലെ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ SN, ഞാൻ നേരത്തെ പറഞ്ഞു ഇതേ മോഡൽ ക്വസ്റ്റ്യൻ SN കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ കാണിച്ചു തന്നു. ഓക്കെ, അത് ഈ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എന്താക്കാം, പരീക്ഷയ്ക്ക് വരാം. ചിലപ്പോൾ ഒരു സാധ്യതയുണ്ട്, ഒരു 50% 60% സാധ്യതകളാണ്. ഇതുപോലത്തെ ഒരു ചിത്രം തന്നുകൊണ്ട് ചിലപ്പോൾ എന്താക്കാം, ചോദിക്കാം. ഒരു പണിയില്ല, അറിയാത്തൊരു കാര്യത്തെ X എന്ന് എടുക്കുക. അപ്പോൾ ഇത് X+8 ആണ്. ഈ കാണുന്ന ഒരു സൈഡ് X എന്ന് എടുത്താൽ ഈ കാണുന്ന നീളം 8 ആണെങ്കിൽ ഇതിനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ, ഈ കാണുന്ന മുഴുവൻ നീളം X, ഈ കാണുന്ന നീളം 8, സോ ഇത് X-8 എന്നൊക്കെ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താക്കാം, ചോദ്യങ്ങൾ വന്നേക്കാം. അപ്പോൾ ഈ ചിത്രം വെച്ചിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾ ഒന്ന് അറിഞ്ഞു പോകണം, നല്ലതാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യമൊക്കെ കവർ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കാം കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഒരു സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രധാനമായിട്ടും പെരിമീറ്ററും അതോടൊപ്പം തന്നെ അതിന്റെ ഏരിയയുമായി ബന്ധപ്പെട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു പെരിമീറ്ററും ഏരിയയുമായി ബന്ധപ്പെട്ട് കൊണ്ടൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കാം. പെരിമീറ്റർ ആണെങ്കിൽ ബൈ 4 ഒക്കെ വെച്ചിട്ടുള്ള മെത്തേഡുകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ യൂസ് ചെയ്യാം. ട്രിഗണോമെട്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സൈൻ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സിമ്പിൾ ക്വസ്റ്റ്യനോ അല്പം ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസോ വരാൻ സാധ്യതയുണ്ട്. ഈ കാണുന്ന ചിത്രം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സർക്കിളും അതിൻ്റെ അകത്ത് ട്രയാങ്കിളും തന്നുകൊണ്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെ ആയിരിക്കും. ഒന്നെങ്കിൽ ഡയമീറ്റർ അഥവാ വ്യാസം കാണുക, അല്ലെങ്കിൽ ഈ കാണുന്ന ഓരോ സൈഡിൻ്റെയും നീളം കാണുക, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത് കേട്ടോ. മക്കളെ, ഞാൻ നേരെ അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഞാൻ പറഞ്ഞ സൈനും കോസും ടാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു റൈറ്റ് ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ സൈനെ ബൈ കോസെ ഈക്വൽ ടു ടാനേന്നോ അല്ലെങ്കിൽ സൈനെ കോസെ കണ്ടുപിടിക്കാനൊക്കെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഈ കാണുന്ന ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ഈ ട്രെൻഡിനനുസരിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അഥവാ ഒരു ട്രയാങ്കിളിന്റെ 2 അഡ്ജസൻറ്റ് സൈഡും തരും, അതിൻ്റെ ഇടയിലുള്ള ഒരു ആംഗിളും തരും. എന്നിട്ട് ഇതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക, അതേപോലെ തന്നെ ഇതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. അത് ട്രയാങ്കിൾ അല്ലെങ്കിൽ പാരലോഗ്രാം. ഈ കാണുന്ന ചോദ്യം ഉറപ്പിച്ചോ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം, വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഈ ചാപ്റ്റർ നിങ്ങൾ മെയിൻ ആയിട്ട് പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യം എന്ന് വെച്ചാൽ ആംഗിൾ ഓഫ് എലവേഷൻ ആൻഡ് ഡിപ്രഷൻ, മേൽക്കോണും കീഴ്ക്കോണും ആണ്. ഇതിന് ഏറ്റവും കൂടുതൽ സാധ്യത എന്താണെന്ന് വെച്ചാൽ ഒരു 30 ഡിഗ്രിയോ 60 ഡിഗ്രിയോ 45 ഡിഗ്രിയോ, ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു ആംഗിളും തരും.
ഒരു അല്ലാത്ത ആംഗിൾ എന്ന് വരും 40 ഡിഗ്രിയോ, അതായത് നമുക്ക് കറക്റ്റ് അറിയാത്തൊരു ആംഗിൾ. ആ രണ്ട് അങ്ങനത്തെ ഒരു കോമ്പിനേഷനാണ് സാധ്യത ഉള്ളത്. അത് ചിലപ്പം മേൽക്കോൺ ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് വരാം, ഡിപ്രഷൻ വാട്ടെവർ. അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്താണ്. അതിലത്തെ ഒരു ക്വസ്റ്റ്യൻ 100% ഉറപ്പാണ് കേട്ടോ. പിന്നെ കോർഡിനേറ്റ്സ് അഥവാ സൂര്യസംഖ്യയിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് എക്സ് ആക്സിലെ പോയിന്റ് ഏത്, വൈ ആക്സിലെ പോയിന്റ് ഏത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇതുപോലത്തെ എന്തെങ്കിലും ഫിഗർ തന്നുകൊണ്ട് അതിന്റെ കോർഡിനേറ്റ് കണ്ടെത്താൻ ചോദിക്കാം. അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഒരു റെക്റ്റാങ്കിളിന്റെ ക്വസ്റ്റ്യൻ അല്ലേ. അതായത് ഒരു റെക്റ്റാങ്കിളിന്റെ 4 കോർണറിൽ 2 കോർണർ തന്നിട്ട് എതിർ കോണുകൾ കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സ്ഥിരമായിട്ട് പണ്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചുകൊണ്ട് കുറച്ച് പോയിന്റുകൾ അടയാളപ്പെടുത്തുക, എന്നിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പേര് കൊടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എക്സ് ആക്സും വൈ ആക്സും വരച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പോയിന്റുകൾ അടയാളപ്പെടുത്താൻ നിങ്ങൾ പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ടാൻജൻസിലേക്ക് വരുന്ന സമയത്ത് ഈ രീതിയിൽ ഒരു ചിത്രം തന്നുകൊണ്ട് ഈ കാണുന്ന ബാക്കി ആംഗിളുകളെല്ലാം കണ്ടുപിടിക്കാൻ ചോദിക്കും. ഇത് എത്രയാണ്, 80, 50 ഇത് 30. സോ ഈ കാണുന്ന ആംഗിളും സെയിം ആണ്. അത് വെച്ചിട്ട് ഈ കാണുന്ന ആംഗിൾ കണ്ടുപിടിക്കാം. ഇത് രണ്ടും സെയിം ആണ്, അത് വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കാം. ഇത് രണ്ടും സെയിം ആണ്, അത് വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കാം. ആ രീതിയിൽ ഒരു 3-4 മാർക്കിന്റെ ഒരു ചോദ്യം നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പ്രതീക്ഷിക്കാം. ഇനി ആ ടോപ്പിക്കിന് പോലെ തന്നെ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ചിത്രമൊക്കെ തന്നുകൊണ്ട്, ഇപ്പോൾ സർക്കിളും മറ്റേ ടാൻജന്റും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഇതുപോലെയൊക്കെ ചിത്രങ്ങൾ തന്നുകൊണ്ട് ഇവിടുത്തെ ആംഗിൾ ഏത്, അതേപോലെ തന്നെ വേറെ എവിടേക്കെങ്കിലുമൊക്കെ ആംഗിളൊക്കെ കൊടുത്തിട്ട് ഒരു ചിത്രം കാണുമ്പോൾ പേടി തോന്നുന്ന ഒരു ചിത്രം പക്ഷേ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ചോദ്യം പ്രതീക്ഷിക്കാം. പിന്നെ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ഏത് എന്ന് ചോദിച്ചാൽ ഇൻ റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് വന്ന മോഡൽ ക്വസ്റ്റ്യൻ, ഇപ്രാവശ്യത്തെ പാറ്റേണിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഈ കാണുന്ന ചോദ്യം നിങ്ങൾ പഠിച്ചു എന്ന് ഏകദേശം ഉറപ്പ് വരുത്തുക. കൂടാതെ തന്നെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് 3 ഡ്രോ ദി ട്രയാങ്കിൾ, 3 വശങ്ങൾ തന്നുകൊണ്ട് നിങ്ങളോട് ഇൻ സർക്കിൾ വരക്കാൻ, അന്തർവൃത്തം വരക്കാൻ. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് 2 ആംഗിൾ തരും, ഏതെങ്കിലും 2 കോണുകൾ തന്നുകൊണ്ട് അതിന്റെ ഇൻ സർക്കിൾ. അപ്പൊ ഇൻ സർക്കിൾ അഥവാ അന്തർവൃത്തം വരക്കാനുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്കിന് 99% വരും. കൂടാതെ തന്നെ റേഡിയസ് കാണാനുള്ള ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കാം. 3 സൈഡുകൾ തന്നുകൊണ്ട് റേഡിയസ് കാണാൻ, അതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് ടാൻജൻസ് അഥവാ തൊടുവരെ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. കൂടാതെ ഈ ഒരു ചിത്രം കൂടി അത് പഠിച്ചു വെക്കാം. 3 സൈഡുകൾ തന്നുകൊണ്ട് ഈ കാണുന്ന ഓരോ സൈഡും എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഇതൊക്കെയാണ്. ഞാൻ നേരെ ഇനി എന്ത് ചെയ്യുന്നു, പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസിലേക്ക് കടക്കാണ്. ഉറപ്പിച്ച മക്കളെ ഈ ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യം, അത് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ഗുണനമായിട്ട് എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തരും, ഈ കാണുന്ന രീതിയിൽ എന്ത് തരും, ഒരു പോളിനോമിയൽ തന്നുകൊണ്ട് അതിനെ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആക്കിയതാണ്. -b +or- യൂസ് ചെയ്യാം, ഇനി അല്ലെങ്കിൽ a+b യൂസ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഏതെന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയും, ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏത്, എക്സ് അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന പോലെ. ഇപ്പോൾ 4x² - x -3 ഈ കാണുന്ന സമവാക്യം എക്സ് ആക്സിന്, ഇതൊരു ഇക്വേഷൻ പറയാട്ടോ. ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കണ്ടിട്ട് അത് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഏത്, എക്സ് അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന പോയിന്റ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, -b +or- ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന കിട്ടുന്ന ഉത്തരത്തെ അതിന്റെ -0 ഇട്ടിട്ട് എഴുതിയാൽ മതി. കിട്ടുന്ന ഉത്തരം ഈ -0 ഇട്ടിട്ട് ഇല്ല. ആ രീതിയിലൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കട്ടോ. യെസ്. പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് ചിലപ്പോൾ വന്നേക്കാം. അതായത് ഒരു റെക്റ്റാങ്കിൾ അതിന്റെ നീളവും വീതിയും അതിന്റെ ഡയഗണലുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, A+ ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ വന്നേക്കാം. 4 മാർക്കിന്റെ ചാപ്റ്റർ ആയതുകൊണ്ട് ചിലപ്പോൾ എന്താക്കാം, വന്നേക്കാം. വലിയ ഉറപ്പില്ല, പക്ഷെ ചിലപ്പോൾ വന്നേക്കാം. സർക്കിൾസ് ആൻഡ് ലൈൻസ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വിചാരിക്കേണ്ടത്, ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ തന്നിട്ട് അതേ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരക്കാനുള്ള ഒരു ചോദ്യമായിരിക്കും 99% പരീക്ഷയ്ക്ക് വരാം. യെസ്, ഈ ചോദ്യമായിരിക്കും 99% വരിക. ഇനി അത് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഈ കാണുന്ന ചിത്രത്തിൽ നിന്നൊരു ചോദ്യമായിരിക്കും. r² - d², അല്ലെങ്കിൽ PA × PB വെച്ചുള്ള ഒരു ചോദ്യമായിരിക്കും. ഏറ്റവും കൂടുതൽ ചാൻസ് ഈ രീതിയിലുള്ള ഒരു ചോദ്യമാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. പിന്നെ ജോമെട്രി ആൻഡ് ഓൾജിബ്ര 100% നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഒരു വരയുടെ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം, ആ വരയിലെ പോയിന്റ് ആണോ ഇത്, അതിന്റെ സ്ലോപ്പ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ഇനി അല്ല എങ്കിൽ ഈ കാണുന്ന വൃത്തത്തിന്റെ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ, ഈ രണ്ടും ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യനും 100%. വരയുടെ ഇക്വേഷനും സർക്കിളിന്റെ ഇക്വേഷനും പഠിക്കാതെ ഒരു കുട്ടിയും പോകേണ്ട, അത്രയധികം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് റേഷ്യോന്റെ ഒരു ക്വസ്റ്റ്യന് സാധ്യതയുണ്ട്. ഇനി അല്ല എങ്കിൽ 4th കോർണറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ചോദ്യം ഈ ടോപ്പിക് ഒന്നും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരുന്ന ഒരു ടോപ്പിക് ഇതിൽ നിന്നായിരിക്കും. സർക്കിളും ലൈനും എന്തായാലും ചോദ്യം ഉണ്ടാവും, രണ്ടൊന്നും ഉണ്ടാവും. ചിലപ്പോൾ അത് A or B ആയിട്ടായിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ 2 ആയിട്ട് തന്നെ ഉണ്ടാവുക. ഈ കാണുന്ന രീതിയിൽ ഒരു ചിത്രം തന്നുകൊണ്ടും സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടെത്താൻ ഒരു ചോദ്യം നിങ്ങൾക്ക് വന്നേക്കാം. അതും വെരി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ കാണുന്ന 4ാമത്തെ കോർണർ വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ടോപ്പിക് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. പിന്നെ സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ നിങ്ങൾ മെയിൻ ആയിട്ട് പ്രതീക്ഷിക്കേണ്ടത്, ഒരു എന്താ പറയുക, ഇതുപോലത്തെ ഒരു ചിത്രം തന്നുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ പിരമിഡ് തന്നുകൊണ്ടോ ഉള്ള ഒരു ചോദ്യമായിരിക്കും തരുന്നത്. അതിന്റെ വോളിയം കണ്ടുപിടിക്കുക, അതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള രീതിയിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇനി അല്ല എങ്കിൽ കോൺ എന്ന് പറയുന്ന ടോപ്പിക് എന്നായിരിക്കും ചോദ്യം ഉണ്ടാവുക. ഏതെങ്കിലും ഒരു ഷേപ്പ് തന്നുകൊണ്ട്
അതിനുള്ളിൽ എത്ര വെള്ളം കൊള്ളുന്നോ, ഇനി അല്ലെങ്കിൽ അത് പൊതിയാൻ എത്ര പേപ്പർ വേണം, അതിന്റെ സ്ക്വയർ മീറ്ററിന് എത്ര രീതിയിലുള്ള ഒരു ചോദ്യമായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ കോൺ അല്ലെങ്കിൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ കാണുന്ന സെക്ടറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും കൂടുതൽ സാധ്യത ഇതിനുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പോവുക. പിന്നെ ഇത് സോളിഡ് മെൽറ്റ് ആൻഡ് റീകാസ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സാധനം ഉരുക്കിയിട്ട് വേറെ ഒരു സാധനമാക്കുന്നതോ, ഒരു സാധനം ഉരുക്കിയിട്ട് കുറേ എണ്ണമാക്കുന്നതോ. നിങ്ങൾക്ക് ചാപ്റ്ററിന്റെ വെയിറ്റേജ് വളരെ കുറവാണെങ്കിലും ഈ ചാപ്റ്ററിന് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുണ്ട്. സോ അതും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ചെറിയൊരു സാധ്യതയുള്ളത് റേഷ്യോ ക്വസ്റ്റ്യൻ ആണ്, അതായത് വോള്യമായിട്ട് ബന്ധപ്പെട്ടുള്ള റേഷ്യോകൾ, അങ്ങനത്തെ രീതിയിലുള്ള ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് ഈ ടോപ്പിക് ഒന്ന് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 100% ഉറപ്പിച്ചോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് 6 മാർക്കിൻ്റെ ഒരു ചോദ്യം ഉണ്ടാവും. അതിൽ 1 മാർക്കിൻ്റെ ചോദ്യം മീൻ അല്ലെങ്കിൽ മീഡിയൻ കാണാനുള്ള ചോദ്യമായിരിക്കും. ആൻഡ് അടുത്ത 5 മാർക്കിൻ്റെ ചോദ്യം അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ചോദ്യം ഇതുപോലെ ഒരു ടേബിൾ തന്നുകൊണ്ട് ഒരു അസ്യൂംഡ് മീഡിയം കാണാൻ ചോദിക്കും, അഥവാ സാങ്കല്പിക മധ്യമം കാണാൻ ചോദിക്കും. ആൻഡ് ഇതിൻ്റെ എത്രാമത്തെ ആൾത്തതയാണ് ഇതിൻ്റെ മീഡിയൻ മധ്യമായിട്ട് എടുക്കുന്നത്, മീഡിയം കാണാൻ. ഈ രീതിയിൽ ഒരു 5 മാർക്കിൻ്റെ ചോദ്യം അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ചോദ്യം. ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾ മെയിൻ ആയിട്ടും പഠിക്കേണ്ടത്. ഇത്രയും ചോദ്യം പഠിക്കാത്ത ഒരു കുട്ടി പരീക്ഷയ്ക്ക് പോയാൽ ആ കുട്ടിക്ക് B+ B ഗ്രേഡ് ഒന്നും കിട്ടൂല. ഇത്രയും ചോദ്യങ്ങൾ പഠിച്ചു പോയ കുട്ടിക്ക് എന്താണെങ്കിലും ഒരു B ഗ്രേഡ് B+ എന്തായാലും കിട്ടും. മിനിമം ആണ് ഞാൻ പറയുന്നത്, അതിൻ്റെ കൂടുതൽ കിട്ടുമെന്നാണ് പറയുന്നത്. ഇത് മിനിമം ആണ്. സോ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സമയം ഏകദേശം 1:10 ആയിട്ടുണ്ട്. 15 മിനിറ്റോളം നമ്മൾ വീഡിയോ മുന്നോട്ട് പോയി 16 മിനിറ്റോളായി. സോ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. എല്ലാവരും എക്സാമൊക്കെ കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എക്സാമിന് വലിയ ഗ്യാപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയാകുക. നിങ്ങളെ കൊണ്ടാകുമ്പോൾ റെസ്റ്റൊക്കെ എടുത്ത് പഠിക്കുക. ഫിസിക്സൊക്കെ ആണ് ഇനി വരാനുള്ളത്. സോ താങ്ക് യു ഓൾ, ലവ് യു ഓൾ, മിസ് യു ഓൾ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലം ലേണിംഗ്. നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ലാസ്റ്റത്തെ കണ്ടന്റ് വീഡിയോ ആണ്. മറ്റുള്ള വീഡിയോസുകളൊക്കെ ഞാൻ ഇതിന് മുമ്പേ എടുത്തതായിരിക്കും. സോ കാണാം. താങ്ക് യു. എല്ലാത്തിനും നന്ദി. കൂടെയുണ്ട്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. കാണാം.